असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्युर्मामृतं गमय असतो मा सद्गमय तमसो मा ज्योतिर्गमय വിദ്യാഭ്യാസം എല്ലാവരുടെയും അവകാശമാണ്. പഠന പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളെ കൂടി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുമ്പോൾ മാത്രമേ ഒരു അധ്യാപകൻ്റെ കർത്തവ്യം പൂർണ്ണതയായി എത്തുകയുള്ളൂ. ക്ലാസ്സിലെ കുട്ടികളുടെയും കൈവരിക്കേണ്ട ശേഷികളുടെയും ആധിക്യം പലപ്പോഴും അധ്യാപകൻ്റെ റെമഡിയൽ ടീച്ചിങ് ദുഷ്കരമാക്കുന്നു എന്ന് മാത്രമല്ല, പലപ്പോഴും ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്ന ചിന്തയാണ് അനുരൂപീകരണ പഠന സാമഗ്രികളുടെ നിർമ്മാണം എന്ന ആശയത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചത്. അനുരൂപീകരണം പല വിധത്തിലുണ്ട്. 10ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളിലുമുള്ള പാഠഭാഗങ്ങളുടെ അനുരൂപീകരണ പഠന സാമഗ്രികളുടെ നിർമ്മാണമാണ് ഞങ്ങൾ തുടങ്ങിവെച്ചത്. സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പിൽ ഞങ്ങൾ ഈ ആശയം അവതരിപ്പിച്ചു. സബ്ജക്ട് കൗൺസിൽ കൂടി ഓരോ സിഒയും ചർച്ച ചെയ്ത് അനുയോജ്യമായ പഠന സാമഗ്രികളുടെ ലിസ്റ്റിംഗ് തയ്യാറാക്കി. അതിനുശേഷം ശനിയാഴ്ചകളിലും മറ്റ് അവധി ദിവസങ്ങളിലുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ഞങ്ങളുടെ റിസോഴ്സ് അധ്യാപിക ശ്രീമതി ഷീജ, ഡ്രോയിങ് മാസ്റ്റർ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഹിന്ദി അധ്യാപകൻ ശ്രീ രാജേഷ് കെ പുതുമന എന്നിവരുടെ നേതൃത്വത്തിൽ മറ്റ് അധ്യാപകർ, ഓഫീസ് സ്റ്റാഫ് ദിപു PS, വിദ്യാർത്ഥികളായ രോഹിത് പ്രേംകുമാർ, അക്ഷയ് ഷാജി, അമൽ ആരോമൽ, ഹരിവിഷ്ണു, രോഹിത്തിൻ്റെ അമ്മ, അതുപോലെ തന്നെ GHS മീനിടത്തിലെ സുധാ ഗോപി, സന്തോഷ്, ലോയിസ് എന്നീ അധ്യാപകർ അതിരമ്പുഴ സ്കൂളിലെ ഇവരുടെ അർപ്പണ ബോധത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇതിനു പിന്നിൽ. സവിശേഷ സഹായം ആവശ്യമുള്ള കുട്ടികൾക്ക് ഓരോ പാഠത്തിലെയുമുള്ള പ്രധാന ആശയങ്ങൾ മനസ്സിലാക്കുന്നതിനും മറ്റു കുട്ടികൾക്ക് ആഴത്തിലുള്ള ആശയങ്ങളുടെ ചലനാത്മകത സൃഷ്ടിച്ചെടുക്കുന്നതിനും ഈ സംരംഭം പ്രയോജനപ്പെടുക തന്നെ ചെയ്യും. ഈ മേഖലയിൽ കൂടുതൽ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും നടത്താൻ ഈ സംരംഭം സഹായിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അർത്ഥയുക്തങ്ങളായ ശബ്ദങ്ങൾ ഉപയോഗിച്ച് ആശയവിനിമയം ചെയ്യുന്നതിനുള്ള ഉപാധിയാണ് ഭാഷ. മനുഷ്യന്റെ സംസ്കാരത്തിന്റെ അടിത്തറ ഭാഷയാണ്. കലയും സംസ്കാരവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ജീവിതശൈലികളുമെല്ലാം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഭാഷയിലൂടെയാണ്. ഇവിടെയാണ് മാതൃഭാഷയുടെ പ്രാധാന്യം. ജനിക്കുമ്പോൾ മുതൽ ഒരുവൻ സ്വായത്തമാക്കുന്നതാണ് മാതൃഭാഷ. അറിവ് നേടാനും ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാനും ഏത് ഭാഷയും പ്രയോജനപ്പെടും. എന്നാൽ സംസ്കാരവും ജീവിത മൂല്യങ്ങളും സ്വായത്തമാക്കണമെങ്കിൽ മാതൃഭാഷ തന്നെ വേണം. 10ാം ക്ലാസ് മലയാള പാഠപുസ്തകങ്ങളായ കേരള പാഠാവലിയിലെയും അടിസ്ഥാന പാഠാവലിയിലെയും പാഠഭാഗങ്ങളിലെ പ്രധാന ആശയങ്ങൾ കവിതകളിലൂടെയും കഥകളിലൂടെയും വിവരണങ്ങളിലൂടെയും ചിത്രങ്ങളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും കോർത്തിണക്കുകയാണിതിൽ. ഞങ്ങളുടെ ഈ എളിയ ഉദ്യമം പാഠപുസ്തകങ്ങളുടെ പഠനം രസകരവും എളുപ്പവുമാക്കുമെന്നും കുട്ടികൾക്ക് പ്രയോജനപ്പെടുമെന്നും വിശ്വസിക്കുന്നു. പെറ്റമ്മയുടെ സ്ഥാനമാണ് മാതൃഭാഷയ്ക്ക്. മറ്റു ഭാഷകൾ കേവലം വളർത്തമ്മമാർ മാത്രം. വാക്കാം വർണ്ണ കുടചൂടി എന്ന യൂണിറ്റിൽ എന്റെ ഭാഷ, വാക്കിന്റെ കൂടെരിയുന്നു, സൗന്ദര്യ പൂജ, മലയാളം എന്നീ പാഠഭാഗങ്ങളുണ്ട്. ഭാഷയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ വികാരനിർഭരമായ ആവിഷ്കരണമാണ് വള്ളത്തോളിന്റെ എന്റെ ഭാഷ എന്ന കവിത. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലെ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ.
അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്കമൃതും അമൃതായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്നു താൻ കേൾക്കവേണം. ഹൃദ്യം സ്വഭാഷതൻ ശീകരമോരോന്നു ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ. അന്യബിന്ദുക്കളോ തൽബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. ആദിമകാവ്യവും പഞ്ചമവേദവും നീതിപ്പൊരുളുമുപനിഷത്തും പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി പാടവഹീനയെന്നാർ പറയും. കൊണ്ടാടി നാനാവിചിന്തന തന്തുക്കൾ കൊണ്ടാത്മഭാഷയെ വായ്പിക്കാകിൽ. കേരളത്തിന്നീരുൾക്കുണ്ടിൽ നിന്നൊന്നു കേറാൻ പിടിക്കയറെന്തു വേറെ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. സുഹൃത്തെ, ഒരു സമ്പന്ന സമൂഹത്തിന് എന്ത് പരീക്ഷണമാകാം. ഇവിടുത്തെ പ്രശ്നം എന്താണ്? DPEP വന്നു, പക്ഷെ സ്കൂളിന്റെ അന്തരീക്ഷം പഴയത് തന്നെ. അടിസ്ഥാന സൗകര്യങ്ങളില്ല, കെട്ടിടങ്ങളില്ല, ഉള്ളവയ്ക്ക് മേൽക്കൂരയില്ല, മൂത്രപ്പുരയില്ല, കക്കൂസില്ല, ബോർഡില്ല, ചോക്കില്ല, ഡെസ്കില്ല, ബെഞ്ചില്ല. ഇതിനൊക്കെ വേണ്ടി ലോകബാങ്ക് ഒന്നും ചെയ്യുന്നുമില്ല. വിരസമായ ക്ലാസ് മുറിക്കുള്ളിൽ വീർപ്പുമുട്ടുന്ന മർദ്ദിതനായ വിദ്യാർത്ഥിയുടെ മോചനമാണ് DPEP. അധ്യാപകൻ ഇന്ന് അവന്റെ സുഹൃത്താണ്. ഒരു തർക്കമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ സ്കൂളിന്റെ അംഗീകാരം പോയി, അധ്യാപകരുടെ കാര്യം പോട്ടെ. DPEPയിൽ അവശേഷിക്കുന്ന കുട്ടികളുടെ കാര്യത്തെപ്പറ്റി അധികൃതർക്കൊന്നും പറയാനില്ല. എല്ലാ സ്കൂളുകളിലും DPEP നിർബന്ധമാക്കാത്ത എന്തുകൊണ്ടാണ്? 2 തരമല്ല 100 തരം പൗരന്മാരെ സൃഷ്ടിക്കാനുള്ള സമ്പ്രദായമാണ് ഇന്ന് നിലനിൽക്കുന്നത്. കാശുള്ളവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാം, ലോക നിലവാരത്തിൽ മറ്റുള്ളവരായി മത്സരിക്കാം. അതില്ലാത്തവന്? ഈയിടെ ഒരു എഴുത്തുകാരൻ പറഞ്ഞല്ലോ, DPEP എന്ന് പറഞ്ഞാൽ ദരിദ്രരായ പിള്ളേര് എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ. സത്യത്തിൽ അതല്ലേ DPEP? അനാഥരായി പോകാൻ ഇടയുള്ള നമ്മുടെ കുട്ടികളുടെ കാര്യം നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന സത്യം മനസ്സിലാക്കണം. അക്ഷരാഭ്യാസമില്ലാത്ത ദരിദ്രനായ ഒരു രക്ഷിതാവിന് പോലും അവന്റെ കുട്ടി ഇംഗ്ലീഷ് പഠിക്കണമെന്നാണ് ആഗ്രഹം. തടസ്സമായി നിൽക്കുന്ന പണം മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. കുറഞ്ഞ ചെലവിൽ എന്ന് വെച്ചാൽ ചെറിയൊരു ഫീസ് മാത്രം ഈടാക്കുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. എന്നെ പോലെ AEയോടെ ഇൻസ്പെക്ഷൻ വരില്ല. സ്ട്രെങ്ത് കുറഞ്ഞതിന്റെ പേരിൽ സ്കൂളിന്റെ അംഗീകാരം നഷ്ടപ്പെടില്ല. സർവതന്ത്ര സ്വതന്ത്രമായ ഒരു ഇംഗ്ലീഷ് മീഡിയം. എനിക്ക് മലയാളം കുറച്ച് അറിയാം എന്ന് പറയുന്ന ഒരു തലമുറ നേരത്തെ ഇവിടെ വേരൂന്നി കഴിഞ്ഞിരിക്കുന്നു. നമുക്കും അവരുടെ കൂടെ കൂടാം. മാതൃഭാഷയേക്കാൾ വലുതാണ് ജീവിതമെന്ന സത്യം നമുക്കൊക്കെ സങ്കടമുള്ള കാര്യമാണ്. എങ്കിലും മലയാള ഭാഷയെ വെറുക്കാൻ ശീലിക്കുന്നതാണ് ഇനി അങ്ങോട്ട് നല്ലത്. നമുക്ക് എഴുത്തച്ഛനെ മറക്കാം, ഉള്ളൂരിനെ ആശാനെയും വള്ളത്തോളിനെ മറക്കാം, ഉറൂബിനെയും പൊറ്റക്കാരനെ മറക്കാം. എല്ലാ വേരുകളും പിഴുതു മാറ്റാം. പണ്ട് നമ്മൾ അടിമകളായിരുന്നു, ഇംഗ്ലീഷുകാരൻ അടിമകൾ. മാനസികമായി ഇപ്പോഴും നമ്മൾ അടിമകൾ തന്നെയാണെന്നുള്ള സത്യത്തിന്റെ ചോട്ടിൽ അടിവരയിടാം. നമുക്ക് ഇംഗ്ലീഷ് മീഡിയം മതി. സ്വന്തം ഭാഷ തനിക്ക് നഷ്ടമായതിന്റെ അനുഭവ പാഠങ്ങളാണ് കെനിയൻ എഴുത്തുകാരനായ ഗുഗിവ തിയോങ്കോ വാക്കിന്റെ കൂടെയിരിക്കുന്നു എന്ന പാഠത്തിലൂടെ പങ്കുവെക്കുന്നത്. പലരും സ്വന്തം ഭാഷ ഉപേക്ഷിച്ചു പോകാൻ തിടുക്കം കാട്ടുമ്പോൾ ലോകോത്തര എഴുത്തുകാരൻ തനിക്ക് ബഹുമതികൾ നൽകിയ അന്യഭാഷയെ ഉപേക്ഷിച്ച് സ്വന്തം ഭാഷയിലേക്ക് തിരിച്ചു വരുന്നതാണ് ഈ പാഠത്തിന്റെ ആശയം. മലയാള കവിതയ്ക്ക് കാൽപ്പനികതയുടെ നവവസന്തം തീർത്ത കവിയാണ് P. കുഞ്ഞിരാമൻ നായർ. കേരളീയ പ്രകൃതിയുടെ ശാലീനത സൂക്ഷ്മവും സമഗ്രവുമായിട്ടാണ് സൗന്ദര്യപൂജ എന്ന കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സൗന്ദര്യപൂജ. കുളിച്ചു പൂപ്പൊലിപ്പാട്ടിൽ വിളിച്ചു മലനാടിനെ,
ഒളിച്ചു പൂക്കളം തീർത്തു കളിച്ച പുലർവേളകൾ പറന്നുപോയി പഞ്ചവർണ്ണ കിളിക്കൂട്ടങ്ങൾ പോലവേ കുന്നിൻ ചെരിവിൽ ഓണപ്പൂ കുമ്പിളേന്തിയ സന്ധ്യകൾ കാവി മണ്ണിഴുകും കൊമ്പു കുലുക്കിത്താടയാട്ടിയും കുതിച്ചു പാഞ്ഞു ചിങ്ങപ്പൂത്തേരിൽ പൂട്ടിയ കാളകൾ കണ്ണീരണിഞ്ഞു കുഗ്രാമ ലക്ഷ്മി നോക്കിയിരിക്കവേ കേവഞ്ചി കേറിപ്പോയി ഓണവെണ്ണിലാവണിരാവുകൾ കസ്തൂരിക്കുറി പൂശുന്ന വരമ്പിൻ വക്കിലൊക്കെയും കാൽവെപ്പിനാൽ പൂനിരത്തി രമ്യശാരദ കന്യക സത്വവെണ്മയെഴും കന്നിവാനിൽ ചുറ്റിപ്പറക്കവേ പൂമണിച്ചിറകിൻ കാറ്റിലാടി സ്വർഗീയ സൗഭഗം നിശതൻ ഖണ്ഡകാവ്യങ്ങൾ തിരുത്തും സൂര്യരശ്മികൾ നിർമ്മിച്ചു തൂവലിൻ തുമ്പാൽ ഭാവനാമണിപത്തനം സത്യപ്രകൃതി ദീപത്തിൽ കത്തും പൊൻതിരി പോലവേ അരിവാളേന്തി നിൽക്കുന്നു കന്നി കർഷക കന്യക കുളിർക്കെ അവൾ നോക്കുമ്പോൾ പൂത്തു പിച്ചകച്ചടി അവൾ നീരാടവേ നീലദർപ്പണം പാഴ്ചളിക്കുളം അവൾ നീരാടവേ നീലദർപ്പണം പാഴ്ചളിക്കുളം. സച്ചിദാനന്ദന്റെ മലയാളം എന്ന കവിത മനുഷ്യ സമൂഹത്തിനും അപ്പുറം ഭൂമിയുടെ ഉൽപ്പത്തി മുതൽക്കു തന്നെ ശബ്ദരൂപത്തിൽ അവതരിപ്പിച്ച ഭാഷയുടെ സ്വാധീനം മനുഷ്യനിൽ ഗന്ധമായും നാദമായും വർണ്ണമായും വർത്തിക്കുന്നു എന്ന ആശയമാണ് നൽകുന്നത്. മലയാളം ഭൂമിയുടെ പുഴകൾക്കും കനികൾക്കും മുമ്പേ എന്നെ അമൃതൂട്ടിയിരുന്ന പൊക്കിൾ കൊടി വേദനയുടെ ധന്യമൂർച്ചയിൽ സ്വയം വളർന്ന എന്നെ ഉലുവയുടെയും വെളുത്തുള്ളിയുടെയും തീക്ഷ്ണ സുഗന്ധങ്ങളിലേക്കാനയിച്ചവൾ വെളിച്ചത്തിന്റെ അപ്പൂപ്പൻ താടികൾ കൊണ്ട് ഉണ്ണിയുടലിലെ ഈറ്റുചോര തുടച്ച് മാമ്പൂ മണത്തിൽ സ്നാനപ്പെടുത്തിയവൾ പൊന്നും വയമ്പും കൊണ്ട് എന്റെ നാവിൻ തുമ്പിൽ ഖനികളുടെ ആഴവും വനങ്ങളുടെ സാന്ദ്രതയും പകർന്നവൾ ഇരയിമ്മന്റെ താരാട്ടും ഉണ്ണായിയുടെ പദങ്ങളും കൊണ്ട് എന്നെ സ്വപ്നങ്ങളിലേക്കുറക്കിക്കിടത്തിയവൾ വിരൽ തുമ്പിൽ പിടിച്ച് മണലിന്റെ വെള്ളിക്കൊമ്പിൽ ഹരിസ്ത്രീയുടെ രാജമല്ലികൾ വിടർത്തിയവൾ അച്ഛനോടും സൂര്യനോടുമൊപ്പം കിഴക്കു പുറത്തുദിച്ച് വ്യാകരണവും കവിതയും കാട്ടി എന്നെ ഭയപ്പെടുത്തി പ്രലോഭിപ്പിച്ചവൾ എന്റെ സ്ലേറ്റിൽ വിടർന്ന വടിവുറ്റ മഴവില്ല് എന്റെ പുസ്തകത്താളിൽ പെറ്റുപെരുകിയ മയിൽ പീലി എന്റെ ചുണ്ടുകളിലെ മധുര ചവർപ്പുറ്റ ഇലഞ്ഞിപ്പഴം വഴിയരികിൽ ഞാൻ കേട്ടു വളർന്ന നിരന്തര ഖരഹരപ്രിയ സ്വരങ്ങളിലൂടെ തേനും വ്യഞ്ജനങ്ങളിലൂടെ ഇരുമ്പുമൊഴുക്കുന്ന 51 കമ്പികളുള്ള വീണ ഞാറ്റുവേലയിൽ നിന്ന് ഞാറ്റുവേലയിലേക്കു പോകുന്ന കിളിപ്പാട്ടിന്റെ കുലുങ്ങുന്ന തൂക്കുപാലം അറിവും ആടലോടകവും മണക്കുന്ന പഴമൊഴികളുടെ നിറനിലാവ് പാമ്പിൻ മാളങ്ങൾ നിറഞ്ഞ കടങ്കഥകളുടെ നൂണുപോകേണ്ട മൈലാഞ്ചി വഴികൾ സന്ധ്യയിൽ അഗ്നിവിശുദ്ധയായി കനകപ്രഭ ചൊരിഞ്ഞ് എഴുത്തച്ഛന്റെ സീതാമാതാവ് പച്ചയും കിരീടവും അണിഞ്ഞ് അരമണിയും ചിലമ്പും കിലുക്കി ഞങ്ങൾ നേടിയ വാടാത്ത
കല്യാണ സൗഗന്ധികം. ഉത്സവപ്പിറ്റേന്നത്തെ പുലരിമയക്കത്തിൽ ചേങ്കില മുഴക്കത്തോടൊപ്പം കാതുകളിൽ പൂത്തുനിന്ന സാമ്യമകന്നോരുദ്യാനം. ക്ഷീരസാഗര ശയനന്റെ നാഭിയിൽ മുളയെടുത്ത സ്വാതിയുടെ സംഗീത സരോരുഹം. ആലിൻചോട്ടിലെ എണ്ണമറ്റ മേളത്തിരകളിൽ ആലിലയിൽ പൊന്തിക്കിടന്ന ചൈതന്യം. സോളമന്റെ താഴ്വരയിലെ ഹംസശുഭ്രയായ ലില്ലി, മോശയ്ക്കൊപ്പം പ്രവചിച്ചവൾ, ദാവീദിനോടൊത്ത് കാളക്കൂറ്റന്മാരുടെ കുമ്പിൽ നിന്ന് കരഞ്ഞവൾ. പുറപ്പെട്ടവൾ, ക്രൂശിക്കപ്പെട്ടവൾ, ഉയിർത്തെഴുന്നേറ്റവൾ മലയാളം. പുറപ്പെട്ടവൾ, ക്രൂശിക്കപ്പെട്ടവൾ, ഉയിർത്തെഴുന്നേറ്റവൾ മലയാളം. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്നിടത്തു നിന്ന് പുതിയ കാലഘട്ടത്തിലെത്തുമ്പോൾ അവനവന് വേണ്ടി അവരനെ ബലി കൊടുക്കുന്ന ദുരന്തമാണ് കാണുന്നത്. സ്നേഹത്തിന്റെ ഫലം സ്നേഹം മാത്രമാണെന്ന തിരിച്ചറിവോടെ നിരുപാധികമായ സ്നേഹബന്ധങ്ങളെ സൃഷ്ടിക്കാനുള്ള പ്രചോദനം നൽകുക. വേണം ഈ സ്നേഹബന്ധങ്ങൾ ഊഴിയിൽ എന്ന യൂണിറ്റിൽ കൊച്ചു ദുഃഖങ്ങൾ ഉറങ്ങൂ, ബ്രഹ്മാലയം തുറക്കപ്പെട്ടു, തോരാമഴ, എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഒരാൾ എന്നീ പാഠങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. മനുഷ്യ ജീവിത ദുഃഖങ്ങൾ ONV കുറുപ്പിന്റെ കവിതകൾക്ക് എന്നും വിഷയമാണ്. ഭൂമി കന്യകയുടെ ദുഃഖങ്ങൾ പാടിയ, നാടുകടത്തപ്പെടുന്ന നന്മകളെ കുറിച്ച് പാടിയ എഴുത്തച്ഛന്റെ പൈങ്കിളി പൈതലാണ് കവിയുടെ ഭാവനയ്ക്ക് നറുന്തേൻ പകർന്നു നൽകുന്നത്. കവിയുടെ കൊച്ചു ദുഃഖങ്ങൾ തന്റെ പാട്ടിൽ കലരാതിരിക്കാൻ കവി പ്രാർത്ഥിക്കുന്നു. കൊച്ചു ദുഃഖങ്ങൾ ഉറങ്ങൂ, ശ്രാവണ പുഷ്പങ്ങൾ കാതോർത്തു നിൽക്കുന്നോരീ വഴിത്താരയിലൂടെ ഒക്കത്തു പാട്ടിന്റെ തേൻ കുടമേന്തി നീ എത്തിയില്ലന്തി മയങ്ങി. ശ്രാവണ പുഷ്പങ്ങൾ കാതോർത്തു നിൽക്കുന്നോരീ വഴിത്താരയിലൂടെ ഒക്കത്തു പാട്ടിന്റെ തേൻ കുടമേന്തി നീ എത്തിയില്ലന്തി മയങ്ങി. പെൺകൊടി നീ മണിത്തമ്പുരുവാക്കുമാ മൺകുടമിന്നാർക്കു വിറ്റു. പെൺകൊടി നീ മണിത്തമ്പുരുവാക്കുമാ മൺകുടമിന്നാർക്കു വിറ്റു. നാവേറും കണ്ണേറുമേൽക്കാതെ മലനാടിനെ പോറ്റുന്ന ഗാനം. നാഗഭണം വിതിർത്താടിയ പുള്ളുവ വീണ ഇന്നെന്തേ മയങ്ങി.